ഇന്ന് സെപ്റ്റംബർ 12 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ആദ്യത്തെ വിദേശ അടൽ ഇന്നൊവേഷൻ സെന്റർ ഇത് ആരംഭിച്ചിട്ടുള്ളത് ഏത് സ്ഥലത്താണ്? ഗ്യാൻ ഭാരതം കോൺഫറൻസ് ഇത് നടക്കാൻ പോവുകയാണ്. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്യാൻ ഭാരതം ഇത് നടക്കാൻ പോവുകയാണ്. ഇതിന്റെ പോർട്ടൽ ആരാണ് ഉദ്ഘാടനം ചെയ്യുക? INS അരാവലി എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഇന്ന് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതെവിടെയാണത്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ നോൺ റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഇന്ത്യക്ക് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സിലെ ചില ചോദ്യങ്ങൾ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ധർമ്മേന്ദ്ര പ്രധാൻ ലോഞ്ചസ് ഫസ്റ്റ് ഓവർസീസ് അടൽ ഇന്നൊവേഷൻ സെന്റർ ഇൻ ദി UAE. UAEയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നൊവേഷൻ സെന്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് ലേറ്റസ്റ്റ് ആയ വാർത്തയാണ്. ഏത് IIT ആണ് UAEയിൽ ഇന്ത്യയുടെ ആദ്യത്തെ അടൽ ഇന്നൊവേഷൻ സെന്റർ ആരംഭിക്കുന്നത്? അടൽ ഇന്നൊവേഷൻ സെന്റർ ഇത് നീതി ആയോഗിന്റെ അണ്ടറിൽ വരുന്ന, അതായത് കണ്ടുപിടുത്തങ്ങൾ, പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഇന്ത്യയിലുടനീളം അടൽ ഇന്നൊവേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ ഒരു വിദേശ അടൽ ഇന്നൊവേഷൻ സെന്റർ ആണ് ഇപ്പോൾ UAEയിൽ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നൊവേഷൻ സെന്റർ 2025 സെപ്റ്റംബർ 12 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? IIT ഡൽഹി അബുദാബി ക്യാമ്പസ്. അബുദാബിയിലുള്ള IIT ഡൽഹിയുടെ ഒരു ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ ഫസ്റ്റ് ഓവർസീസ് അടൽ ഇന്നൊവേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതായത് പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതിനുവേണ്ടി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും രംഗത്തുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടും പറയുമ്പോൾ IIT ഡൽഹിയുടെ ഒരു ക്യാമ്പസിലാണ് ഇപ്പോൾ ഇത് UAEയിൽ ആരംഭിച്ചിട്ടുള്ളത്. IIT ഡൽഹി അബുദാബി ക്യാമ്പസിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നൊവേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹമാണ് സെപ്റ്റംബർ 10 UAEയിൽ ദ ഫസ്റ്റ് ഓവർസീസ് അടൽ ഇന്നൊവേഷൻ സെന്റർ ആരംഭിച്ചിട്ടുള്ളത്, ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അടൽ ഇൻക്യുബേഷൻ സെന്ററുകളുടെ മറ്റു സംരംഭങ്ങളുടെയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന അടൽ ഇന്നൊവേഷൻ മിഷൻ ഏത് വർഷമാണ് ആരംഭിച്ചത്? 2016. 2016 അടൽ ഇന്നൊവേഷൻ ആ ഒരു മിഷൻ ആരംഭിച്ചിട്ടുള്ളത് AIM എന്ന രീതിയിൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ടതും നീതി ആയോഗിന്റെ അണ്ടറിൽ വരുന്ന, മാനേജ് ചെയ്യുന്ന ഒന്നാണ്. പുതിയ ഓണ്ടർപ്രണേഴ്സിനെ, പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിനുവേണ്ടി ലക്ഷ്യം ഇട്ടിട്ടുള്ള ഒന്നാണ് 2016 ആരംഭിച്ചിട്ടുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ AIM. അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ ചെയർപേഴ്സൺ ആരാണ്? സാറ മുസല്ലം. അദ്ദേഹവും യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഇവർ ഒരുമിച്ചാണ് IIT ക്യാമ്പസിൽ, ഡൽഹിയുടെ IIT ക്യാമ്പസ് അബുദാബിയിൽ വെച്ച് ഇന്ത്യയുടെ ആദ്യത്തെ അടൽ ഇന്നൊവേഷൻ സെന്റർ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. സാറ മുസല്ലം ഇദ്ദേഹം അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജിന്റെ ചെയർപേഴ്സൺ ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്യാൻ ഭാരതം ഓൺ 12 സെപ്റ്റംബർ. ഗ്യാൻ ഭാരതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം സെപ്റ്റംബർ 12 ഇന്ന് സെപ്റ്റംബർ 12 ഇന്നാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്യാൻ ഭാരതം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്യാൻ ഭാരതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം 2025 സെപ്റ്റംബർ 12 എവിടെയാണ് നടക്കുന്നത്? വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി. ഗ്യാൻ ഭാരതം എന്നും ജ്ഞാനഭാരതം എന്നും പറയുന്ന ഇത് ഇന്ത്യയുടെ പഴയ മനുസ്ക്രിപ്റ്റ്സ്, പഴയ കയ്യെഴുത്തുകൾ ഇവയെല്ലാം തന്നെ ഇന്ന് പല ഭാഗത്ത് കിടക്കുന്ന ഒന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യ അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക സെന്റേഴ്സ് ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്യാൻ ഭാരതം. പഴയ നോളജുകൾ അത് ഡിജിറ്റലൈസേഷൻ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം. സെപ്റ്റംബർ 12 ഇന്ന് ന്യൂഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ വെച്ചാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്യാൻ ഭാരതം തുടക്കം കുറിക്കുന്നത്. 2025 സെപ്റ്റംബർ 12 ഉദ്ഘാടനം ചെയ്യുന്ന കയ്യെഴുത്ത് പ്രതി, ഡിജിറ്റൈസേഷൻ, സംരക്ഷണം, പൊതുജന പ്രവേശനം എന്നിവ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഗ്യാൻ ഭാരതം പോർട്ടൽ. ഗ്യാൻ ഭാരതം പോർട്ടൽ ഇതാണ് മനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് പ്രതി ഇതിനെ ഡിജിറ്റലൈസേഷൻ ആക്കുന്നതിന് വേണ്ടി, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി
പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പോർട്ടൽ ആരംഭിക്കുന്നത്, ഈ പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഗ്യാൻ ഭാരതം പോർട്ടൽ. ഗ്യാൻ ഭാരതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രമേയം എന്താണ്? റീക്ലെയിമിംഗ് ഇന്ത്യസ് നോളജ് ലെഗസി ത്രൂ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ്. കയ്യെഴുത്ത് പ്രതി പൈതൃകത്തിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പൈതൃകം വീണ്ടെടുക്കുക. അതായത് പണ്ടത്തെ നിരവധി നോളജുകളാണ്, അതെല്ലാം തന്നെ വീണ്ടും പുറത്തേക്കെടുക്കുക, വീണ്ടും അതിനെ പ്രിസർവ് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് പോർട്ടൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്യാൻ ഭാരതം. സെപ്റ്റംബർ 12 ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യൻ നേവി ടു കമ്മീഷൻ INS അരാവലി ഇൻ ഗുരുഗ്രാം. ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ INS അരാവലി കമ്മീഷൻ ചെയ്യും. ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിപ്പ് ആയിട്ടുള്ള INS അരാവലി ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിൽ INS അരാവലി കമ്മീഷൻ ചെയ്യും? 2025 സെപ്റ്റംബർ 12. അതായത് ഒരു കപ്പൽ കമ്മീഷൻ ചെയ്യുക, അത് ഇന്ന തീയതിയിൽ കമ്മീഷൻ ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സെപ്റ്റംബർ 12 തീയതിയാണ് INS അരാവലി എന്ന് പറയുന്ന കപ്പൽ കമ്മീഷൻ ചെയ്യുന്നത്. ആരുടെ സാന്നിധ്യത്തിലാണ് 2025 സെപ്റ്റംബർ 12 ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ INS അരാവലി കമ്മീഷൻ ചെയ്യുന്നത്? നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇപ്പോഴത്തെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് INS അരാവലി എന്ന് പറയുന്ന കപ്പൽ ഇന്ന് സെപ്റ്റംബർ 12 തീയതി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്യുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലിനാണ് അരാവലി റേഞ്ചിന്റെ പേര് നൽകിയിരിക്കുന്നത്? INS അരാവലി. അരാവലി എന്ന പർവ്വതനിര, ഈ ഒരു പേരാണ് INS അരാവലിക്ക് നൽകിയിട്ടുള്ളത്. ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിൽ പരന്നുകിടക്കുന്ന ആ പർവ്വതനിര ഏതാണ്ട് 670 മുതൽ 692 കിലോമീറ്റർ നീളത്തിലുള്ള 4 സ്റ്റേറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന അരാവലി റേഞ്ച്, ആ അരാവലി റേഞ്ച് ആണ് ഇപ്പോൾ INS അരാവലി എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇന്ത്യ അച്ചീവ്സ് 250 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യുവൽ പവർ കപ്പാസിറ്റി. ഇന്ത്യ 250 ഗിഗാവാട്ട് ഫോസിൽ ഇതര ഇന്ധന ഊർജ്ജശേഷി കൈവരിക്കുന്നു. അതായത് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നോൺ റിന്യൂവബിൾ എനർജിയെ ബന്ധപ്പെട്ടുള്ള കണക്ക്. ഇന്ത്യ ഇപ്പോൾ നോൺ റിന്യൂവബിൾ എനർജി, പ്രത്യേകിച്ച് വിൻഡ്, സോളാർ എന്നിവയിലൂടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നോൺ റിന്യൂവബിൾ എനർജി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 11 കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞനുസരിച്ച് ഇന്ത്യയുടെ നിലവിലെ നോൺ ഫോസിൽ ഇന്ധന ഊർജ ഉൽപാദനം എന്താണ്? 251.5 ഗിഗാവാട്ട്. ഇന്നിപ്പോൾ ഇന്ത്യ 250 ഗിഗാവാട്ടിന് മുകളിൽ ആണ് നോൺ റിന്യൂവബിൾ എനർജി അതിന്റെ പ്രൊഡക്ഷൻ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 11 തീയതിയിലുള്ള കണക്കനുസരിച്ചാണ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ കണക്കനുസരിച്ചാണ്. അതായത് 251.5 ഗിഗാവാട്ട് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നോൺ റിന്യൂവബിൾ എനർജി. 2030 നോൺ ഫോസിൽ ഇന്ധന ഉൽപ്പാദനത്തിനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ്? 500 ഗിഗാവാട്ട്. അതായത് ഇന്ത്യ റിന്യൂവബിൾ എനർജിയിൽ ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യ 2030 500 ഗിഗാവാട്ടിലേക്ക് എത്തും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 250 ഗിഗാവാട്ടിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സോളാർ എനർജികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് ഇന്ത്യ ലോഞ്ചസ് സാജെക്സ് 2025. ഇന്ത്യ സാജെക്സ് 2025 ആരംഭിച്ചു. സാധാരണയായിട്ട് സാജെക്സ്, സിംപെക്സ് എന്നിവയെല്ലാം കേൾക്കുമ്പോൾ ഡിഫൻസ് ആയി ബന്ധപ്പെട്ട വാർത്തയായിട്ട് കരുതും. എന്നാൽ സാജെക്സ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ആണ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം US താരിഫ് അത് വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സിബിഷൻ ആണ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 13 വരെ ഏത് രാജ്യവും ഇന്ത്യയും സംയുക്തമായി സാജെക്സ് 2025 സംഘടിപ്പിച്ചു? സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യ ആയിട്ടുള്ള ഒരു എക്സിബിഷൻ ആണ്
സൗദി അറേബ്യ ജ്വല്ലറി എക്സ്പോസിഷൻ. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ജ്വല്ലറീസ് അതിനെ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്തതിന് വേണ്ടിയുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് സാജക്സ് 2025 എന്ന് പറയുന്ന സൗദി അറേബ്യ ജ്വല്ലറി എക്സ്പോസിഷൻ. ഇന്ത്യയിൽ നിന്നുള്ള ഏത് സംഘടനയാണ് സൗദി അറേബ്യൻ ജ്വല്ലറി എക്സ്പോസിഷൻ സംഘടിപ്പിച്ചത്? ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, JJEPC. ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് കോമേഴ്സും സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി ഇവയെല്ലാമാണ് സൗദി അറേബ്യ ജ്വല്ലറി എക്സ്പോസിഷന് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിംഗ് നാഷണൽ ഫോറസ്റ്റ് മാറ്റേഴ്സ് ഡേ 2025. ദേശീയ വന രക്തസാക്ഷി ദിനം 2025. ഇന്നലെയായിരുന്നു നാഷണൽ ഫോറസ്റ്റ് മാറ്റേഴ്സ് ഡേ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ വർഷം തോറും ദേശീയ വന രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? സെപ്റ്റംബർ 11. സെപ്റ്റംബർ 11, അതായത് ഇന്നലെ, എല്ലാ വർഷവും സെപ്റ്റംബർ 11 തീയതിയാണ് ഇന്ത്യ ദേശീയ വന രക്തസാക്ഷി ദിനം ആയിട്ട് ആചരിക്കുന്നത്. ഇപ്പം നമ്മൾ രക്തസാക്ഷി ദിനം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ വനദിനം എന്ന് കേൾക്കാറുണ്ട്. എന്നാൽ ദേശീയ വന രക്തസാക്ഷി ദിനം എന്തായിരിക്കും? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ വന രക്തസാക്ഷി ദിനാചരണം ഏത് ചരിത്ര ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെജാർലി ദുരന്തം. കെജാർലി എന്ന ഒരു ട്രാജഡി, ആ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിനമാണ് എല്ലാ വർഷവും ദേശീയ വന രക്തസാക്ഷി ദിനം ആയിട്ട് ആചരിക്കുന്നത്. അതായത് നേച്ചറിനെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ള നിരവധി പേരാണ് കെജാർജി മരമായി ബന്ധപ്പെട്ടും അതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു കൂട്ടക്കൊല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ 11 തീയതി അതിൻ്റെ ആ ഒരു കൊമമറേഷൻ, അനുസ്മരണയെ ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. 350-ലധികം ബിഷ്ണോയികൾക്കൊപ്പം അമൃതദേവി ബിഷ്ണോയ് ജീവൻ ബലിയർപ്പിച്ച കെജാർലി ദുരന്തം ഏത് വർഷത്തിലാണ് നടന്നത്? 1730, 1730 കെജാർലി എന്ന മരത്തെ പൂർണ്ണമായിട്ടും ഇത് വെട്ടിക്കളയുന്നതിന് വേണ്ടി അന്നത്തെ രാജാവ് രാജസ്ഥാനിൽ ഉത്തരവിറക്കുകയും എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അമൃതാദേവിയും ഒപ്പം തന്നെ 350 അമൃതാദേവിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ബിഷ്ണോയികൾ ഇവരെ കൂട്ടക്കൊല ചെയ്തു. ആ മരത്തെയും ആ പ്രകൃതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് അവർ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 11 തീയതി കെജാർലി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദിനം ആചരിക്കുന്നത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.